സ്വാഗതം സുസ്വാഗതം. അക്ഷരമാലകൾ ചൊല്ലിത്തന്നും നന്മയാം പാത വിരിച്ചും തന്നു സ്നേഹം തന്ന ഗുരുക്കന്മാരെ ചങ്ങാതിക്കൂട്ടത്തിൽ സ്വാഗതം. അക്ഷരമാലകൾ ചൊല്ലിത്തന്നു നന്മയാം പാത വിരിച്ചും തന്നു സ്നേഹം തന്ന ഗുരുക്കന്മാരെ ചങ്ങാതിക്കൂട്ടത്തിൽ സ്വാഗതം. സ്വാഗതം 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 സുസ്വാഗതം. കലാലയ ഓർമ്മകൾ തഴുക കാലം തന്നൊരു ദിനമല്ലോ. കലാലയ ഓർമ്മകൾ തഴുകാൻ കാലം തന്നൊരു ദിനമല്ലോ. വിദ്യ എന്നൊരു വെളിച്ചമേകിയ നിങ്ങൾക്കേകുന്നു വന്ദനം. വിദ്യ എന്നൊരു വെളിച്ചമേകിയ നിങ്ങൾക്കേകുന്നു വന്ദനം. ഗുരുവന്ദനം ഗുരുവന്ദനം. സ്വാഗതം സുസ്വാഗതം സ്വാഗതം സുസ്വാഗതം. താളലയ ഭാവം പോലെ സ്നേഹമെന്നൊരു സംഗമമല്ലോ. താളലയ ഭാവം പോലെ സ്നേഹമെന്നൊരു സംഗമമല്ലോ. ഇത് സ്നേഹത്തിൻ സംഗമം ചങ്ങാതിക്കൂട്ടത്തിൻ സംഗമം. സ്നേഹത്തിൻ സംഗമം ചങ്ങാതിക്കൂട്ടത്തിൻ സംഗമം. സ്വാഗതം സുസ്വാഗതം സ്വാഗതം സുസ്വാഗതം. അക്ഷരമാലകൾ ചൊല്ലിത്തന്നു നന്മയാം പാത വിരിച്ചും തന്നു സ്നേഹം തന്ന ഗുരുക്കന്മാരെ ചങ്ങാതിക്കൂട്ടത്തിൽ സ്വാഗതം. അക്ഷരമാലകൾ ചൊല്ലിത്തന്നു നന്മയാം പാത വിരിച്ചും തന്നു സ്നേഹം തന്ന ഗുരുക്കന്മാരെ ചങ്ങാതിക്കൂട്ടത്തിൽ സ്വാഗതം. സ്വാഗതം 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 സുസ്വാഗതം. സ്വാഗതം 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 ചങ്ങാതിക്കൂട്ടത്തിൽ സ്വാഗതം. നമ്മുടെ KMHS 9596 SSLC ബാച്ച് ചങ്ങാതിക്കൂട്ടം കൂട്ടായ്മയുടെ സ്നേഹസംഘവും ഗുരുവന്ദനത്തിലും പരിപാടിയിൽ ആണ് പങ്കെടുക്കാനാണ് നിങ്ങളേവരും വന്നെത്തിയിട്ടുള്ളത്. ഇന്നീ പരിപാടിയിൽ ഉദ്ഘാടകനായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് നമുക്കേവർക്കും പ്രിയങ്കരനായിട്ടുള്ള തുറമുഖ മ്യൂസിയം വകുപ്പ് മന്ത്രി ശ്രീ രാമചന്ദ്രൻ കടന്നപ്പള്ളി അവർകളാണ്. അദ്ദേഹത്തെ ഈ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ പരിപാടിയുടെ അധ്യക്ഷനായിട്ടുള്ളത് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ മുൻ പ്രധാന അധ്യാപകൻ ശ്രീ ജോർജ് ജോസഫ് മാസ്റ്ററാണ്. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ വിശിഷ്ടാതിഥിയായി ഇന്നെത്തിയിട്ടുള്ളത് കൊളച്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ KP അബ്ദുൾ മജീദ് അവർകളാണ്. അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ആശംസ അറിയിക്കാനായി ഇവിടെ എത്തിയിട്ടുള്ളത് വാർഡ് മെമ്പറായിട്ടുള്ള ശ്രീ L നിസാറാണ്. അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഈ ഒരു സ്നേഹസംഗമത്തിൽ പങ്കെടുത്ത മുഴുവൻ അധ്യാപകരെയും
അതുപോലെ തന്നെ ഞങ്ങളുടെ പ്രിയ സഹപാഠികളെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ ഒരു പരിപാടി ഞങ്ങൾ പ്ലാൻ ചെയ്തപ്പോൾ എന്തെങ്കിലും ഒരു നന്മ ചെയ്തുകൊണ്ടാണ്, വെറുതെ ഒരു കൂട്ടായ്മയും ഒരു സ്നേഹോപകാരം നൽകലും മാത്രമാവരുത്, എന്തെങ്കിലും ഒരു നന്മ കൂടി ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാവണം എന്നുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ ഈ ചടങ്ങിൽ വെച്ചിട്ട് ഒരാൾക്ക് വീൽ ചെയർ സമ്മാനിക്കുകയാണ്. അത് ബഹുമാനപ്പെട്ട മന്ത്രി കൈമാറും. ആ വീൽ ചെയർ സ്വീകരിക്കാനായിട്ട് ഇവിടെ എത്തിയിട്ടുള്ളത് കല്യാണി ജനാർദ്ദനൻ, അവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഒരു കാര്യം കൂടി, ഈ വീൽ ചെയർ ഞങ്ങളിങ്ങനെ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ച നമ്മുടെ ഹരീഷിൻ്റെ സുഹൃത്തായിട്ടുള്ള ഒരാളാണ്. പുള്ളി പേര് പറയരുത് എന്ന് പറയുന്നത്. അദ്ദേഹമാണ് ഇത് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിന് ജീവിതത്തിൽ എല്ലാ നന്മകളും നേരുന്നു. അപ്പോൾ മന്ത്രിക്ക് വേറെയും തിരക്കിട്ട പരിപാടികളുള്ളതുകൊണ്ട് തന്നെ എൻ്റെ പ്രസംഗം നീട്ടുന്നില്ല. ഈ പരിപാടിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ബഹുമാനപ്പെട്ട ജോർജ് ജോസഫ് മാഷെ ക്ഷണിക്കുകയാണ്. ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ രാമേന്ദ്രൻ കടന്നപ്പള്ളി സാർ അവറുകളെ, പ്രിയമുള്ള അധ്യാപക സുഹൃത്തുക്കളെ, വിദ്യാർത്ഥിനികളെ, നമ്മുടെ ഇന്നത്തെ വിശിഷ്ടാതിഥി ബഹുമാനപ്പെട്ട മന്ത്രി അവറുകളാണ്. അദ്ദേഹത്തിന് വളരെ വേഗം സ്ഥലം വിട്ട് പോകേണ്ടതുള്ളത് കൊണ്ട് എൻ്റെ ആമുഖ ഭാഷണം ദീർഘിപ്പിക്കുന്നില്ല. വിദ്യാർത്ഥികളായ നിങ്ങൾ അധ്യാപകരെയൊക്കെ ക്ഷണിച്ചു വരുത്തി നമുക്ക് നമ്മളെ ആദരിക്കുന്ന ഒരു ചടങ്ങായിട്ട് ഇത് കരുതുകയാണ്. എല്ലാവർക്കും അതിന് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് വീൽ ചെയർ പ്രസൻറ്റ് ചെയ്യുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട മന്ത്രിയെ ക്ഷണിച്ചുകൊള്ളും. വീൽ ചെയർ സ്വീകരിക്കുന്നതിനായി കല്യാണി ജനാർദ്ദനൻ അവരെ ക്ഷണിക്കുന്നു. ഗുരുവന്ദനത്തിൻ്റെ ആത്മചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ഈ ചങ്ങാതിക്കൂട്ടം എന്ന സംഗമഗീതിയിൽ പങ്കെടുക്കുന്ന ബഹുമാന്യരായ അമ്മമാരെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട മക്കളെ, വിശിഷ്ടാതിഥികളെ എത്തിയിട്ടുള്ള ജനപ്രതിനിധി ഉൾപ്പെടെയുള്ള എല്ലാവർക്കും എൻ്റെ സ്നേഹനിർഭരമായ അഭിവാദനങ്ങളും ആശംസകളും നേരുക. ഇത് ഏറ്റവും ഉചിതമായ ഒരു സാമൂഹ്യ ജീവിതത്തിൻ്റെ ധർമ്മനിർവഹണത്തിൻ്റെ ശംഖനാദം മുഴക്കുന്ന ഒരു ചടങ്ങാണ്. ഏറെ കാര്യങ്ങൾ ഈ ചങ്ങാതിക്കൂട്ടത്തിൽ വെച്ച് സംസാരിക്കാനുണ്ടെങ്കിലും എനിക്കിന്ന് 11 പരിപാടി മാത്രമേ ഉള്ളൂ. ഒരു 3 കഴിഞ്ഞു. മറ്റിടങ്ങളിൽ എത്തിച്ചേരേണ്ടതായിട്ടുള്ളത് കൊണ്ടും അടുത്ത് എത്തിച്ചേരേണ്ട സ്ഥലങ്ങളിൽ ഫോണുകൾ വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ടും അതാണ് എൻ്റെ അസൗകര്യം. അത് സ്വാഗത പ്രാസംഗികനും അധ്യക്ഷനും നിങ്ങളെല്ലാവരും ക്ഷമിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്ന ഒരു ക്ഷമാപണ പ്രസംഗമാണ്. ഞാൻ കാര്യങ്ങളൊന്നും സംസാരിക്കുന്നില്ല. സംസാരിക്കാനുള്ള വിവിധ വിഷയങ്ങളുള്ളതാണ് ഈ ചങ്ങാതിക്കൂട്ടം എന്ന് പറയുന്നത്. ഇവിടെ ഈ പരിപാടി തന്നെ സമാരംഭിച്ചത് നമ്മുടെ പ്രിയപ്പെട്ട കല്യാണിമ്മക്ക് വീൽ ചെയർ കൊടുത്തുകൊണ്ടാണ്. അത് സ്നേഹമുദ്രയാണ്. ആ വീൽ ചെയറിൻ്റെ സാങ്കേതിക ഭൗതിക സൗകര്യത്തെക്കാളേറെ ഈ ചടങ്ങിനോടനുബന്ധമായി നൽകേണ്ട ഒരു ഉപഹാരം അതായിരിക്കണമെന്ന് തീരുമാനിച്ച സംഘാടകന്മാരെയും സുഹൃത്തുക്കളെയും ഞാൻ അഭിനന്ദിക്കുകയും അഭിവാദം ചെയ്യുകയും ചെയ്യാം. നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ ഇതുപോലുള്ള സാമൂഹ്യ ധർമ്മങ്ങൾ നടപ്പിലാക്കാനും പ്രാവർത്തികമാക്കാനും കഴിയുന്ന പ്രതിബദ്ധത പലപ്പോഴും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ദൃശ്യം നമ്മൾ കാണാറുണ്ട്. അതിന് പകരം ചങ്ങാതിക്കൂട്ടം, ഏതാണിത്?
KMHSലെ 95-96 SSC ബാച്ച് ഗുരുവന്ദനത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഗുരുവന്ദനം ഉത്കൃഷ്ടമായ ഒരു മാനുഷിക ഭാവമാണ്. സുമനസ്സുകളിൽ നിന്ന് ഒഴുകി വരുന്ന ഒരു പുണ്യതീർത്ഥമാണ്. മാതാപിതാ ഗുരു ദൈവം എന്നാണ് നിങ്ങൾ പഠിച്ചതും പഠിപ്പിച്ചതും. അതുകൊണ്ട് ഗുരുവന്ദനം അത് ഒരു ഭാരതീയ സംസ്കാരത്തിൻ്റെ ആത്മബോധത്തിൻ്റെ പ്രകാശനം കൂടിയാണ്. അത് സംഘടിപ്പിക്കാൻ ഈ സംഘാടകന്മാർക്കും സുഹൃത്തുക്കൾക്കും പൂർവ്വ വിദ്യാർത്ഥികൾക്കും അങ്ങനെ ഒരു കൂട്ടായ്മ വേണം എന്ന് ചിന്തിച്ചതും നല്ല കാര്യമാണ്. ഓർക്കാനും ഓമനിക്കാനും ആദരിക്കാനും കഴിയുന്ന ഒരുപാട് അനുഭവങ്ങൾ വിദ്യാർത്ഥി ജീവിതത്തിലുണ്ടായിരിക്കും. ഞാനും ഒക്കെ തന്നെ ഇപ്പോഴും വിദ്യാർത്ഥി ജീവിതകാലത്തിൻ്റെ അനുഭവങ്ങളും അനുഭൂതികളുമാണ് മനസ്സിൽ സൂക്ഷിക്കുന്നത്. ഏത് പദവികളെത്തുമ്പോഴും വിദ്യാർത്ഥി ജീവിത കാലഘട്ടത്തിലൂടെ കടന്നു വന്ന ബന്ധങ്ങളും സൗഹൃദങ്ങളും ഗുരുനാഥന്മാരുടെ ഉപദേശ നിർദ്ദേശങ്ങളുമൊക്കെ തന്നെ എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ പദവിന്യാസങ്ങളിലും സൂക്ഷിക്കുന്ന ഒരു എളിയ പൊതുപ്രവർത്തനം കൂടിയാണ്. അതുകൊണ്ട് ഗുരുവന്ദനം തീർച്ചയായും ഈ വർത്തമാനകാലത്ത് അനിവാര്യമായ ഒരു മാനുഷിക ഭാവത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും ഒരു നിർവഹണത്തിൻ്റെ സാക്ഷ്യമാണ് എന്ന് മാത്രം ഞാൻ ഇവിടെ രേഖപ്പെടുത്തുന്നു. ഈ കാലഘട്ടങ്ങളിലെ കാര്യങ്ങൾക്ക് പറയാൻ ഒരു സമയമില്ലാത്തതുകൊണ്ടാണ്, മറ്റെല്ലാവർക്കും ഒരു അസൗകര്യമായി. അതുകൊണ്ട് ഞാൻ പോയതിന് ശേഷം സ്വാഗതപ്രസംഗവും അധ്യക്ഷ പ്രസംഗവും എല്ലാ പ്രസംഗങ്ങളും അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ നടത്തണമെന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. ഇവിടെ വേദിയിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാ ബഹുമാനീയ വ്യക്തിത്വങ്ങൾ, ഇവിടെ പേരെടുത്ത് പറയേണ്ട അധ്യക്ഷൻ ജോസഫ് മാസ്റ്റർ, മുൻ പ്രഥമ അധ്യാപകൻ, കല്യാണി ജനാർദ്ദനൻ, വിശിഷ്ടാതിഥി KP അബ്ദുൽ മജീദ്, പ്രസിഡന്റ്, ആശംസയിരുന്ന N നിസാർ, വാർഡ് മെമ്പർ, നന്ദി പറയുന്ന ഹരീഷ് എമ്മി ഉൾപ്പെടെ പേരെടുത്ത് പറയേണ്ട നിരവധി വ്യക്തിത്വങ്ങളുണ്ട്. എല്ലാവർക്കും എൻ്റെ സ്നേഹനിർഭരമായ അഭിവാദനങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് നിങ്ങൾക്കെല്ലാം ആയുരാരോഗ്യം, സന്തോഷം, സംതൃപ്തി, ഐശ്വര്യം നിറഞ്ഞ ഒരു പുതുവർഷം നിങ്ങൾക്കുണ്ടാകട്ടെ എന്നുകൂടി ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളിവരുടെ അനുവാദത്തോടെ അനുഗ്രഹത്തോടെ പ്രാർത്ഥനയോടെ ഈ ഗുരുവന്ദനത്തിൻ്റെ ഈ കൂട്ടായ്മ ഞാൻ ഔപചാരികമായി സ്നേഹാദരപുരസരം, സന്തോഷപുരസരം, വിനയപുരസരം നിർവഹിച്ചാതെ അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. താങ്ക് യു. മന്ത്രിയുടെ തിരക്ക് കാരണം ഗുരുനാഥന്മാരുടെ എല്ലാവരുടെയും ആവശ്യപ്രകാരം നമ്മുടെ അധ്യക്ഷൻ ശ്രീ ജോർജ് ജോസഫ് മാസ്റ്റർക്കുള്ള ആദരവ് മന്ത്രി നൽകുകയാണ്. നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ KP അബ്ദുൽ മജീദ് അവർക്കുള്ള അനുമോദനം കൂടി നൽകുകയാണ്. മന്ത്രിക്കുള്ള ഉപഹാരം ശ്രീ ജോർജ് ജോസഫ് മാസ്റ്റർ കൈമാറുന്നു. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഈ തിരക്കിനിടയിലും ഞങ്ങളോടൊപ്പം ചേർന്ന മന്ത്രിക്കുള്ള സ്നേഹോപഹാരം നൽകുന്നു നമ്മുടെ പ്രിയങ്കരനായ മുൻ പ്രധാന അധ്യാപകൻ ശ്രീ ജോർജ് ജോസഫ് മാസ്റ്റർ. നേരത്തെ ഇന്ന് വാസ്തവത്തിൽ ഗുരുവന്ദനത്തിൻ്റെ ആ സന്ദേശം ഉൾക്കൊണ്ടെത്തിയതാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ്, അതുപോലെ MD എന്ന ദ്വയാക്ഷരത്തിലൂടെ മലയാള സാഹിത്യത്തെയും സംസ്കാരത്തെയും ലോകത്തിന് പരിചയപ്പെടുത്തിയ അപൂർവ വ്യക്തികളൊന്നായ MD ഈ രണ്ട് ദേഹവ്യൂഹങ്ങളുടെ പശ്ചാത്തലത്തിൽ മറ്റു പരിപാടികളൊക്കെ മാറ്റിവെച്ചിരിക്കുകയാണ്. പക്ഷേ ഇത് ഗുരുവന്ദനമായതുകൊണ്ട് ആ ഗുരുവന്ദനം ഒഴിവാക്കരുതല്ലോ എന്ന് കരുതി വാസ്തവത്തിൽ വന്നതാണ്. അതുകൊണ്ട് ഇതെല്ലാം നൽകുന്നതിന് ആഗ്രഹമുണ്ട്. പക്ഷേ പോകാനുള്ള അനുവാദം നൽകണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ക്ഷമിക്കണം. നമസ്കാരം. തിട്ടപ്പെടുത്തുന്നതിൽ മാതാപിതാക്കൾക്കൊപ്പം തന്നെ ഗുരുദാരന്മാരുടെയും പങ്ക് വളരെയധികം. നമ്മുടെ ഇസ്ലാമിൽ പറയുന്നത് തന്നെ ആദ്യമായി നമ്മൾ പ്രാർത്ഥനയൊക്കെ ഉൾപ്പെടുത്തുമ്പോൾ ആദ്യമായി പ്രാർത്ഥിക്കുന്നത് മാതാവിന് വേണ്ടിയും, രണ്ടാമത് പിതാവിന് വേണ്ടിയും, മൂന്നാമത് അധ്യാപകർക്ക് വേണ്ടിയും ഗുരുദാതർക്ക് വേണ്ടിയുമാണ് പ്രാർത്ഥിക്കുന്നത്. ഉസ്താദിന എന്നാണ് പറയുന്നത്. ഞങ്ങളുടെ
അധ്യാപകർക്ക് വേണ്ടി, നമ്മുടെ ഗുരുദാന്തർക്ക് വേണ്ടി എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ തന്നെ ജീവിതം എടുക്കുന്നതിൽ മഹനീയമായ പങ്ക് അവരിൽ നിക്ഷിപ്തമായിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയുള്ള ഉദാത്തമായ ഉദാഹരണമാണ് ഈ പ്രാർത്ഥന തന്നെ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം, നമ്മൾക്ക് ചിലപ്പോൾ നമ്മൾ ക്യാമ്പസിൽ നിന്ന് പുറത്തേക്ക് വന്നതിന് ശേഷം നമ്മുടെ കൂടെ എത്രയോ വർഷങ്ങൾ നമ്മുടെ ഒന്നിച്ചൊരു ബെഞ്ചിലിരുന്ന് പഠിച്ച, അല്ലെങ്കിൽ നമ്മൾക്ക് വിദ്യ പകർന്നു തന്ന അധ്യാപകരെയും, അതായത് ഗുരുനാഥന്മാരെയും സഹപാഠികളെയും നമ്മളന്ന് വിട്ടുപിരിഞ്ഞതിന് ശേഷം വളരെ കാലങ്ങൾക്ക് ശേഷവും അവരെ കാണാതിരിക്കുന്ന, അല്ലെങ്കിൽ അവരുമായി പുലർത്താൻ കഴിയാത്ത ഒരവസരമുണ്ട്. ഞങ്ങളെയൊക്കെ പഠിക്കുമ്പോൾ, ഞാൻ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ, 5ാം ക്ലാസ് മുതൽ കാമ്പിൽ മാപ്പിള ഹൈസ്കൂളിൽ പഠിച്ച് SSLC വരെ പഠിച്ചു. ഞങ്ങൾ 2-3 കൂട്ടുകാരാണ്. ഒരു നാരായണൻ, ഒരു ശിവദാസൻ, ഞാൻ. അങ്ങനെ ആദ്യത്തെ ഫ്രണ്ട് ബെഞ്ചിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഗുരുനാഥ ഡൽഹി ടീച്ചർ ഇവിടെ ഉണ്ട്. ബെഞ്ചിലിരിക്കുന്ന ചെറിയ ആൾക്കാരാണ്. അത് അന്ന് നീളം കുറഞ്ഞ ആൾക്കാരെയാണ് ഫ്രണ്ട് ബെഞ്ചിലിരുത്തുക എന്നുള്ളത്. അപ്പോൾ അത് SSLC കഴിഞ്ഞതിന് ശേഷം ശിവദാസനെ ഞാൻ കണ്ടില്ല. വളരെ 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 കാലങ്ങൾക്ക് ശേഷം കണ്ടില്ല. ഞാൻ ഗൾഫിലേക്ക് പോയി, അവൻ ബോംബെയിലേക്ക് പോയി. അവൻ വരുന്ന സമയത്ത് ഞാൻ ഉണ്ടാവില്ല, ഞാൻ വരുന്ന സമയത്ത് അവനുണ്ടാവില്ല. ഓണപ്പറമ്പിലാണ് അവൻ്റെ താമസം. അപ്പോൾ ഈ അടുത്ത് ഇപ്പോൾ നാട്ടിൽ വന്ന് സെറ്റ് ചെയ്തു. പക്ഷെ ആദ്യമായി കണ്ടത് ഇങ്ങനെ കമ്പിലാമ്പുഴ ഹൈസ്കൂളിൽ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ബൈത്തുവിൻ്റെ നേതൃത്വത്തിൽ ഒരു സംഗമം വെച്ചപ്പോൾ അതിലാണ് വളരെ വർഷങ്ങൾക്ക് ശേഷം ഞാൻ അവനെ കാണുന്നത് തന്നെ. ഇപ്പോഴും നാരായണനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയോ ഉണ്ട്, മുണ്ടിയേരിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സ്ഥലത്തുണ്ട്, ഇപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ മുഹൂർത്തം എന്ന് പറയുന്ന ഒരു അസുലഭ മുഹൂർത്തമായി നമ്മളതിനെ കാണണം. വളരെ വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ഒന്നിച്ച് ഒരു ബെഞ്ചിലിരുന്ന് വിദ്യാഭ്യാസിച്ച് കളിയും പാട്ടും ചിരിയും ഒക്കെ പരസ്പരം പങ്കുവെച്ചുകൊണ്ട് വളർന്ന നമ്മളൊരു സുപ്രഭാതത്തിൽ വിടവാങ്ങി പിരിഞ്ഞു. അല്ലെങ്കിൽ വിടവാങ്ങുന്ന ആ തരത്തിലല്ല ഞാൻ പറയുന്നത്, രണ്ട് വഴിക്ക് പോയി. അപ്പോൾ വീണ്ടും വളരെ കാലത്തിന് ശേഷം നമ്മൾ സംഗമിക്കുന്ന ആ മുഹൂർത്തം എന്ന് പറയുന്നത് വളരെ വിശിഷ്ടമാണ്. നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ്. അത് തന്നെയാണ് ഇന്നൊരു ട്രെൻഡായി മാറിയ ഇങ്ങനെയുള്ള കൂട്ടങ്ങൾ നമുക്ക്. ആ മധുരിക്കുന്ന ഓർമ്മകൾ പങ്കുവെക്കാൻ ഈ അവസരമുണ്ട്. പക്ഷേ ചില സമയം യൂട്യൂബിലൊക്കെ ഇത് വളരെ വർഷത്തിന് ശേഷം കണ്ടുമുട്ടുമ്പോൾ ചില അപരാജിതമായ, നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത കാലങ്ങളിലേക്കും അത് മാറുകയും ചെയ്യുന്നുണ്ട്. അത് വളരെ ചെറിയ തുച്ഛമായ കാര്യങ്ങളാണ്. അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. എന്ത് തന്നെയായാലും വളരെ നല്ലൊരു കാര്യങ്ങളാണ് ഇവർ നടത്തുന്നത്. ഇപ്പം തന്നെ വളരെ എൻ്റെ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട ഗുരുനാഥൻ ജോർജ് മാഷ് വളരെ വളരെ കാലത്തിന് ശേഷമാണ്, അദ്ദേഹം റിട്ടയറായതിന് ശേഷം നാട്ടിലേക്ക് പോയി. അതിനുശേഷം വളരെ കാലങ്ങൾക്ക് ശേഷമാണ് ഞാൻ അദ്ദേഹത്തെ ഇന്ന് കാണുന്നത്. അതായത് ഡൽഹി ടീച്ചറോട് ഞാൻ ചോദിച്ചു എവിടെയാണ്, എങ്ങനെയാണ് ആരോഗ്യസ്ഥിതി എന്നൊക്കെ വളരെയധികം. അതിനുശേഷവും ഞാൻ പിരിഞ്ഞതിന് ശേഷവും PTA-യുമായി ബന്ധപ്പെട്ട് നമ്മുടെ സ്കൂളിൽ പ്രവർത്തിക്കുമ്പോൾ അന്ന് ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്ന ടീച്ചർമാരും HFമാരും നാരായണ മാഷൊക്കെ കൃത്യമായി കാണാറുണ്ട്, ഒക്കെ നമ്മളിവിടെ സന്നിധരായിട്ടുണ്ട്. അപ്പോൾ ഒരു അസുലഭ മുഹൂർത്തം, അവസരം നമുക്ക് കിട്ടിയെന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഏതായാലും ഞാൻ കൂടുതലായി പറയുന്നില്ല. ഇത് തന്നെയായിരിക്കണം ഇനി അങ്ങോട്ട് ഇങ്ങനെയുള്ള ചങ്ങാതിക്കൂട്ടങ്ങളും നമ്മൾ മറ്റുള്ള മാർഗങ്ങൾ ഉപയോഗിച്ച്, ഇപ്പോൾ സോഷ്യൽ മീഡിയ അതുപോലെ നമ്മളെ മറ്റു മാർഗങ്ങളൊക്കെ ഉപയോഗിച്ച് അവരുമായി നിരന്തരം ബന്ധപ്പെടാനും നമ്മളെ ആശയങ്ങൾ അല്ലെങ്കിൽ നമ്മളെ ചിന്താഗതികൾ പരസ്പരം പങ്കുവെക്കുവാനും നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ടും ഈ ബന്ധം തുടർന്നു കൊണ്ടുപോകാൻ നമ്മൾ അവസാന കാലം വരെ നമുക്ക് കഴിയട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടും ഈ ചടങ്ങിന് എനിക്ക് ഒരു പരിപാടിയിലും കൂടി പങ്കെടുക്കാനുണ്ട്. ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തട്ടെ. നിങ്ങൾക്ക് നന്ദി. ജയ് ഭാരത്. ചങ്ങാതിക്കൂട്ടം ഓർമ്മകളിൽ നിന്നും സൂക്ഷിക്കുവാനായി ഒരു കലണ്ടർ ഒരുക്കിയിട്ടുണ്ട്. കലണ്ടറിന്റെ പ്രകാശന കർമ്മം ശ്രീ KP അബ്ദുൽ മജീദ് അവർ നിർവഹിക്കുന്നു. കലണ്ടർ ഏറ്റുവാങ്ങുവാൻ ശ്രീ ഹരീഷ് MBA സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. താങ്ക് യു. ഉദ്ഘാടന തിരക്ക് കാരണം അധ്യക്ഷ പ്രസംഗം ചുരുക്കിയിരുന്നു. ശ്രീ ജോർജ് ജോസഫ് മാസ്റ്റർ അധ്യക്ഷ പ്രസംഗത്തിനായി വേദിയിലേക്ക്. ഇവിടെ ഈ സംഗമത്തിൻ്റെ വൈശിഷ്ട്യത്തെക്കുറിച്ചോ മറ്റു പ്രാധാന്യത്തെക്കുറിച്ചോ ഒക്കെ സംസാരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എന്ത് സംസാരിക്കണമെന്ന് ഞാനിപ്പോൾ ഇരുന്ന് ആലോചിക്കുകയായിരുന്നു. അപ്പോൾ ചില പഴയ കാലങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ അത് നിങ്ങൾക്ക് ഒരുപക്ഷെ രസകരമായിരിക്കാം എന്ന് ഞാൻ കരുതുകയാണ്. റിട്ടയർ ചെയ്തിട്ട് 4 നൂറ്റാണ്ടിലധികം കാലം
മറ്റൊരു സ്ഥലത്ത്, ദൂരെ ഒരു സ്ഥലത്ത് സ്ഥിരതാമസമാക്കിയ എന്നെ നിരന്തരമായ നിർബന്ധത്തിന് വിധേയമാക്കി എന്നെപ്പോലെയുള്ളവരെ ഇവിടെ ക്ഷണിച്ചു വരുത്തിയിരിക്കുകയാണ്. തീർച്ചയായും വിദ്യാർത്ഥികൾക്ക് അധ്യാപകരോടുള്ള സ്നേഹത്തിൻ്റെയും കടപ്പാടിൻ്റെയും ഒക്കെ ഒരു സൂചകമായിട്ട് ഞാനിതിനെ കാണുകയാണ്. അതിൻ്റെ പേരിൽ അത് അംഗീകരിക്കുകയും എല്ലാവർക്കും നന്ദി പറയുകയും ചെയ്യുന്നു. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കുറച്ച് പഴയ കാലത്തെ കാര്യങ്ങൾ പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് അത് അത്ര ഓർമ്മയുണ്ടാകുമെന്ന് എനിക്ക് നിശ്ചയമില്ല. ഈ സ്കൂളിൽ ധാരാളം അധ്യാപകർ കോട്ടയം ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അപ്പോൾ പലർക്കും ഒരു ധാരണ ഈ സ്വകാര്യ സ്കൂളുകളിൽ അധ്യാപകരായി പ്രവേശിക്കാൻ മാനേജ്മെൻറ്റിന് കോഴ കൊടുത്തും മറ്റ് സ്വാധീനം ഉപയോഗിച്ചുമൊക്കെ വന്നവരാണ്. അങ്ങനെ കുറേ പേര് ഇവിടെ വന്നിട്ട് ഈ വിദ്യാഭ്യാസ മേഖല കൈയടക്കിയിരിക്കുകയാണ് എന്നൊക്കെ സംശയിച്ച ചിലരെ എനിക്കന്നറിയാം. എന്നാൽ അതിൻ്റെ സത്യാവസ്ഥ നിങ്ങളെ ബോധിപ്പിച്ചാൽ നിങ്ങൾക്ക് ഒരുപക്ഷെ അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാവും. 1964 ഇത് ഹൈസ്കൂളായി ഉയർത്തപ്പെട്ട കാലത്ത് ഹൈസ്കൂളിൽ പഠിപ്പിക്കാൻ യോഗ്യത നേടിയ 2 ആളുകൾ, ഹെഡ് മാസ്റ്റർ ഒഴികെ 2 ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ കാലത്ത് പത്രത്തിൽ അധ്യാപകരെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് മനോരമ പത്രത്തിൽ മാനേജ്മെൻറ്റ് പരസ്യം ചെയ്തിരുന്നു. ആ പരസ്യം കണ്ട് ഞാൻ വെറുതെ ഒരു പോസ്റ്റ് കാർഡിൽ ഒരു ആപ്ലിക്കേഷൻ പോലെ എഴുതി ഒരു വാചകം എഴുതി അയച്ചു. ഞാനത് ഒരു നിസ്സാര കാര്യമായിട്ട് തള്ളിക്കളഞ്ഞതാണ്, അത് പരിഗണിച്ചുമില്ല. കുറേ കഴിഞ്ഞപ്പോൾ എനിക്കൊരു അപ്പോയിൻമെൻ്റ് ഓർഡർ, അതായത് ഇവിടെ നിയമിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവ് കിട്ടി. അപ്പോൾ ഞാൻ വടകര ഒരു ആവശ്യത്തിന് വേണ്ടി വന്നതാണ്. അതുകൊണ്ട് ഇവിടെ വന്ന് നോക്കിയപ്പോൾ എനിക്ക് വലിയ സ്നേഹവും ആദരവും എല്ലാം ലഭിച്ചു. ഉടനെ തന്നെ ചേർന്നോളണം പറഞ്ഞു. അപ്പോൾ അതിന് പ്രത്യേക കാരണം എൻ്റെ പ്രത്യേക യോഗ്യത കൊണ്ടൊന്നുമല്ല. ഇവിടെ അധ്യാപകരില്ല, ആരുമില്ല. അധ്യാപകർ, ക്വാളിഫൈഡ് ആയിട്ടുള്ള അധ്യാപകരുണ്ടെങ്കിലേ സ്കൂൾ നടക്കുകയുള്ളൂ. ഞാൻ അന്ന് വന്ന ആദ്യ ബാച്ച് അധ്യാപകരൊന്നും അന്നത്തെ ബഹുമാനപ്പെട്ട മാനേജരെ കണ്ടിട്ട് പോലുമില്ല. അന്ന് അദ്ദേഹം വലിയ തിരക്കുള്ള ആളാണ്, സ്കൂളിലൊന്നും വരില്ല, ഗവൺമെൻറ് കോൺട്രാക്ടറാണ്, എല്ലാ കാര്യവും ഹെഡ് മാസ്റ്ററെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ബഹുമാന്യനായ ശ്രീ VC നാരായണൻ നമ്പ്യാരായിരുന്നു ഹെഡ് മാസ്റ്റർ. അപ്പോൾ ഹെഡ് മാസ്റ്റർ എന്നെ പ്രത്യേക വാത്സല്യത്തോടുകൂടി ഈ സ്കൂളിൽ ചേർക്കുകയും പ്രത്യേക പരിഗണനയും പ്രത്യേക താല്പര്യവും എന്നിലുണ്ടായിരുന്നതുകൊണ്ട് ഞാനിവിടെ തുടർന്നു. 1 വർഷം കഴിഞ്ഞപ്പോൾ ഇവിടുന്ന് വിട്ടുപോകണമെന്നുള്ള അതിയായ ആഗ്രഹം എനിക്കുണ്ടായി. കാരണം എൻ്റെ പ്രായത്തിലുള്ള ആളുകൾ വളരെ കുറവാണ് ടീച്ചേഴ്സ്. അപ്പോൾ ആ വർഷം അവസാനം ഹെഡ് മാസ്റ്റർ എന്നോട് പറഞ്ഞു, എങ്ങനെയെങ്കിലും അടുത്ത വർഷത്തേക്ക് ഒരു 4-5 ആളെയും കൊണ്ടുവരണം. അപ്പോൾ ഇതിന് 4-5 അധ്യാപകരെ എവിടെ നിന്ന് കിട്ടുമെന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ. ഞാൻ തലകുലുക്കി. ഞാൻ നാട്ടിൽ പോയപ്പോൾ ഞാൻ പഠിച്ച കോളേജിൻ്റെ അടുത്തൂടെ ഒരു ദിവസം പോയപ്പം 4-5 പരിചയക്കാരെ കണ്ടു. അവരുമായി സംസാരിച്ചപ്പോൾ ഇവിടുത്തെ സാധ്യതകൾ ഞാൻ പറഞ്ഞു. പിറ്റേ വർഷം അവർ 5-6 ആൾ ഇവിടെ എത്തി. അങ്ങനെ ഞങ്ങളൊരു സന്തോഷകരമായ ഒരു ഗ്രൂപ്പായി തീർന്നു. അങ്ങനെയാണ് ഇവിടെ നിൽക്കാനിടയായത്. ആ കാര്യങ്ങൾ പലർക്കും അറിഞ്ഞുകൂടാ. അന്നിവിടെ അധ്യാപകരെ കിട്ടാതിരിക്കാനുള്ള ഒരു പ്രധാന കാരണം ഈ പ്രദേശത്തിൻ്റെ പ്രത്യേകതയാണ്. ഇതൊരു ഒറ്റപ്പെട്ട പ്രദേശമാണ്. കണ്ണൂർ പോലും കമ്പനിയെക്കുറിച്ച് പറഞ്ഞാൽ ആരും അറിയില്ല. ഇവിടെ എത്തിച്ചേരണമെങ്കിൽ വളപട്ടണത്ത് വന്ന് ബോട്ട് സർവീസിൽ പ്രവേശിച്ച് ഇവിടെ കമ്പിക്കടവിൽ ഇറങ്ങിയെങ്കിൽ മാത്രമേ ഇവിടെ എത്താൻ കഴിയുള്ളൂ. ഈ റോഡൊന്നും വന്ന് ടാർ ചെയ്തിട്ടില്ല. ഇന്ന് രാവിലെ ഞാൻ കമ്പിലെത്തിയപ്പോഴത്തേക്കും ഇത് പണ്ട് ഞാൻ കണ്ട കമ്പിലാണോ എന്ന് പോലും എനിക്ക് സംശയം തോന്നി. അത്രയധികം മാറ്റങ്ങൾ അങ്ങനെ അനുദിനം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമായി തീർന്നിരിക്കുകയാണിത്. അപ്പോൾ ഇന്നത്തെ വ്യവസ്ഥകൾ വെച്ച്, സാഹചര്യം വെച്ച് നോക്കിയാൽ അന്നത്തേത് ആയിട്ട് വളരെയധികം വ്യത്യാസമാണ്. അങ്ങനെ സ്കൂള് വളർന്നു, ധാരാളം ആളുകൾ പിന്നീട് വന്നു ചേർന്നു. അന്ന് ആദ്യകാലങ്ങളിലൊന്നും മാനേജർ ആരോടും ഒരു പാരിതോഷികവും വാങ്ങാതെയാണ് ചേർത്തത്. പിന്നീട് വന്നപ്പോൾ സാഹചര്യം മാറി വാങ്ങിയിട്ടുണ്ടാവും.
എന്നാൽ ആദ്യകാലത്തെ സ്ഥിതി അതല്ലായിരുന്നു. അങ്ങനെ കുറേ കാലം കഴിഞ്ഞപ്പോഴത്തേക്കും കുട്ടികളുടെ എണ്ണം വർദ്ധിച്ചു, സ്കൂൾ വളർന്നു. ഈ ജില്ലയിലെ തന്നെ വലിപ്പത്തിൽ മൂന്നാമത്തെ സ്കൂളായിരുന്നെന്നാണ് എൻ്റെ വിചാരം. ഒന്നാമത്തേത് കൂടാളി, രണ്ടാമത് ചൊവ്വായി സ്കൂള്, മൂന്നാമത്തേത് ഇതാണ്. ഏതാണ്ട് 3000-ഓളം കുട്ടികൾ, 3000-ന് അടുത്ത് കുട്ടികളുണ്ടായിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇവിടെ. ആ കുട്ടികളിൽ ഒട്ടേറെ പേരെ പഠിച്ച് വളരെ നല്ല നിലയിൽ എത്തിച്ചേർന്നവരുണ്ട്. എടുത്തു പറയേണ്ട ഒരു വ്യക്തിത്വമാണ് ശ്രീ PM ഗോപാലകൃഷ്ണൻ നമ്പീശൻ. ന്യൂക്ലിയർ ഫിസിക്സിൽ ഡോക്ടറേറ്റൊക്കെ നേടി കൽക്കട്ടയിൽ സയൻറ്റിസ്റ്റായിട്ട് ജോലി ചെയ്യാൻ. അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ നാരായണൻ നമ്പീശൻ, ഇവരൊക്കെ ഒന്നിലധികം പ്രാവശ്യം എൻ്റെ വീട്ടിൽ വരികയും ഞങ്ങളെ സന്ദർശിക്കുകയും ചെയ്തു. അതൊക്കെ ഒരു വലിയ ബഹുമതിയായിട്ട് കണക്കാക്കുകയാണ്. അത്രയും ഉയർന്ന സ്ഥിതിയിലെത്തിയ ആളുകളെല്ലാം നമ്മുടെ വിദ്യാലയത്തിലുണ്ടായിരുന്നു എന്നുള്ളത് ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് വലിയ ആനന്ദമാണ്, വലിയ അഭിമാനമാണ്. അതുപോലെ നിരവധി വിദ്യാർത്ഥികൾ അക്കാഡമിക തലത്തിൽ ഉന്നത സ്ഥാനത്തെത്താത്തവരുണ്ടാവാം. അവർ ആയിരിക്കും ഒരുപക്ഷെ കൂടുതൽ. ഈ കഴിഞ്ഞ 2 ആഴ്ച മുമ്പേ ചിലത് നിങ്ങൾ കണ്ടിരിക്കും, യൂട്യൂബിലൊരു വിദ്യാർത്ഥി സംഗമം കാണാനിടയായി. അത് അധികം ദൂരത്തൊന്നുമല്ല, ഈ കോഴിക്കോട് ഭാഗത്താണ് ഒരു UP സ്കൂളിലെ വിദ്യാർത്ഥി സംഗമം. അതിൽ 92-93 ബാച്ചോ അങ്ങനെ ഏതാണ്ടാണ് വിദ്യാർത്ഥികൾ ഇങ്ങനെ പൂർവ്വ വിദ്യാർത്ഥികൾ സദസ്സിലിരിക്കുന്നു, അധ്യാപകർ വേദിയിലിരിക്കുന്നു. അതിലെ പ്രധാന ക്ഷണിതാവ് ഒരു ക്രിസ്ത്യൻ പള്ളിയിലെ ഫാദറാണ്. ഫാദർ സ്റ്റേജിൽ വന്ന് എണീറ്റ് നിന്ന് പ്രസംഗിക്കാൻ നോക്കിയപ്പോൾ തലനരച്ച ഒരാൾ, കുറച്ച് പ്രായം തോന്നിക്കുന്ന ഒരാൾ ഈ സദസ്സിലിരിക്കുന്നു. അപ്പോൾ ഫാദർ പറഞ്ഞു, എൻ്റെ അധ്യാപകൻ അവിടെ ഇരിക്കുന്നത്, സ്റ്റേജിൽ വന്നിരുന്നു ഇവിടെ. അപ്പോൾ ഞാൻ വിദ്യാർത്ഥിയാണ് എന്ന് പറഞ്ഞിട്ട് അയാൾ അവിടെ ഇരുന്നു. പിന്നീട് മറുപടി പ്രസംഗത്തിൻ്റെ അവസരം വന്നപ്പോൾ അയാൾ എണീറ്റു, എൻ്റെ പേര് ഷംഷുദ്ദീൻ എന്നാണ്, ഞാൻ ഈ സ്കൂളിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ്. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ഒരു 45-ന് അറൗണ്ട് 45-നോട് അടുത്ത പ്രായക്കാരായിരിക്കും. എന്നാൽ എനിക്ക് അതിൽ കൂടുതൽ പ്രായമുണ്ട്. എനിക്ക് 50-52 വയസ്സായി. കാരണം ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊന്നും പഠിക്കുന്ന ആളല്ലായിരുന്നു. എനിക്ക് സ്കൂളിൽ വരാൻ നേരമില്ല. ഞാൻ അടയ്ക്കാൻ പൊളിക്കാൻ പോകും, അത് പോയാൽ വല്ലതും കിട്ടും. അങ്ങനെ ജീവിച്ചു തന്ന ഒരാളാണ്. പിന്നീട് ഞാൻ ഗൾഫിൽ പോയി. ഗൾഫിൽ പോയിട്ട് ജോലി ചെയ്ത് കുറേ പൈസയൊക്കെ സമ്പാദിച്ചു. അങ്ങനെ അപ്പോഴെല്ലാം എനിക്ക് 2-3 വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കേണ്ട അവസരം വന്നു. അപ്പോൾ ഈ വിദ്യാഭ്യാസം ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് ഞാൻ ഏറെ അനുഭവിക്കേണ്ടി വന്നു. എന്നിരുന്നാലും ഞാൻ നാട്ടിൽ തിരിച്ചെത്തിയപ്പോൾ അടുത്തുള്ള ഒരു UP സ്കൂള് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നതെന്ന് കേട്ടു, ഒരു മാനേജ്മെൻറ്റ് സ്കൂള്. 30 ലക്ഷം രൂപ കൊടുത്ത് ഞാൻ ആ സ്കൂള് വാങ്ങി. ഒരു 5-6 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ റിട്ടയർമെൻറ്റ് വന്നിട്ട് ഒരു 5-6 പോസ്റ്റ് വന്നു ഓരോ കൊല്ലങ്ങളിലായിട്ട്. അന്നത്തെ ഒരു പോസ്റ്റിൻ്റെ റേറ്റ് 20 ലക്ഷമാണ്. 6 പോസ്റ്റ് കൊടുത്തപ്പോൾ എനിക്ക് 120 ലക്ഷം കിട്ടി. അത് കഴിഞ്ഞിട്ട് ഞാനൊരു ഈർച്ചമില്ല 27 ലക്ഷം കൊടുത്ത് വാങ്ങി. ഏതാനും വർഷം കഴിഞ്ഞപ്പോൾ അത് വികസിച്ച് കുറേ സാമ്പത്തിക നേട്ടങ്ങളുണ്ടാക്കുന്ന ഒരു പ്രസ്ഥാനമായി മാറിയപ്പോൾ ഞാനത് 1.5 കോടിക്ക് വിറ്റു. ഇപ്പോഴും ഞാൻ ഓരോരോ ബിസിനസ്സൊക്കെ നടത്തി അങ്ങനെ സുഖമായിട്ട് ജീവിക്കുന്നു. അന്ന് സ്കൂളിൽ കൃത്യമായിട്ട് വരാത്തതിൽ എനിക്ക് സങ്കടമുണ്ട്. പക്ഷേ സാമ്പത്തിക നേട്ടമാണ് ജീവിതത്തിലെ വിജയമെങ്കിൽ ഞാൻ വിജയിച്ചിരിക്കുകയാണ്. ആ ഷംഷുദ്ദീൻ പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഈ വിദ്യാലയത്തിലും അത്തരം ഷംഷുദ്ദീന്മാർ ധാരാളം കാണും. അവരെല്ലാം ഈ സ്കൂൾ വിദ്യാഭ്യാസം കൊണ്ടൊന്നും നേടിയില്ല എന്ന് പറയുന്നത് തെറ്റാണ്. അവരറിയാതെ തന്നെ അനവധി കാര്യങ്ങൾ പഠിച്ചു. ഒരു പരസ്പരം സ്നേഹിക്കാനും മറ്റുള്ളവരുമായി സൗഹൃദത്തിൽ കഴിയാനും അങ്ങനെ ജീവിതത്തിലെ പല നല്ല ഗുണങ്ങളും അവർ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്കും നഷ്ടമായിട്ടില്ല. മറ്റു ചിലർക്ക് മറ്റു തരത്തിലായിരിക്കും നേട്ടം ഉണ്ടായത്. ഏതായാലും വിദ്യാർത്ഥികളൊന്നും മോശമായി പോയിട്ടില്ല, നല്ല വിദ്യാർത്ഥികളാണ്. അധ്യാപകരെയും നാട്ടുകാരെയും എല്ലാം സ്നേഹിക്കുന്നവരും എല്ലാവർക്കും ഉപകാരം ചെയ്യാൻ താല്പര്യമായിട്ടുള്ള
നല്ല വിദ്യാർത്ഥികളാണ് നമ്മുടെ സ്കൂളിലുണ്ടായിരുന്നത്. എല്ലാവരെയും അനുമോദിക്കുകയും ഓർമ്മിക്കുകയും ചെയ്തുകൊണ്ട് എല്ലാവർക്കും ഈ തരത്തിലുള്ളൊരു പരിപാടി സംഘടിപ്പിച്ച് നമ്മളെയൊക്കെ ആദരിക്കുകയും ചെയ്ത ഇതിൻ്റെ സംഘാടകർക്കും ഇവിടെ വന്ന് സാന്നിധ്യം കൊണ്ട് ഈ ചടങ്ങിനെ മഹനീയമാക്കിയ എല്ലാ അംഗങ്ങൾക്കും പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. താങ്ക് യു. അധ്യാപകൻ ജോർജ് ജോസഫ് മാസ്റ്റർ, ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത തുറമുഖ വ്യവസായ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി, അതുപോലെ ഈ പരിപാടിയുടെ വിശിഷ്ടാതിഥി KP അബ്ദുൽ മജീദ്, സ്വാഗത ഭാഷണം നടത്തിയ സജിത്ത് മൂവേരി, പ്രിയപ്പെട്ട അധ്യാപകന്മാരെ, ഈ പരിപാടി സംഘടിപ്പിച്ച 96 ചങ്ങാതിക്കൂട്ടത്തിലെ അംഗങ്ങളെ, നാട്ടുകാരെ, നമ്മുടെ സ്കൂളുമായി കേന്ദ്രീകരിച്ച് കഴിഞ്ഞ 2-3 വർഷമായിട്ട് വിവിധ ബാച്ചുകളുടെ കൂട്ടായ്മയും വിവിധ പരിപാടികളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരു പരിപാടി ആസൂത്രണം ചെയ്തു. ഇതിൻ്റെ ഈ പഞ്ചായത്തിൻ്റെ സ്ഥലത്ത് ഇത് നടത്തുന്നതായിട്ട് ബന്ധപ്പെട്ടിട്ട് പ്രിയപ്പെട്ട മനോജും ഹരീഷും വന്ന് സംസാരിക്കുമ്പോഴാണ് ഞാൻ പറഞ്ഞു, ഞാൻ അന്നേരം ആ സമയത്ത് തന്നെ അവരോട് പറഞ്ഞു, ഏറ്റവും വ്യത്യസ്തമായിട്ടുള്ളൊരു പരിപാടിയാണ് നമ്മുടെ നാട്ടിൽ നടക്കാൻ പോകുന്നത്, ഏറ്റവും മഹനീയമായ ഒരു പരിപാടി. അതുകൊണ്ട് എല്ലാവിധ പിന്തുണയും എൻ്റെ ഭാഗത്തുനിന്ന് തീർച്ചയായിട്ടും ഒരു വാർഡ് മെമ്പർ എന്നുള്ള നിലയിൽ ഉണ്ടാവും എന്നുള്ള രീതിയിൽ. കാരണം അത്രയും വ്യത്യസ്തമായി നമ്മൾ ഒരുപാട് പരിപാടി കണ്ടു. കാരണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊക്കെ ഒരു സന്തോഷത്തിൻ്റെ ഒരു സുദിനം പോലെ. ഞാനിപ്പോൾ എൻ്റെ അന്നത്തെ 10ാം ക്ലാസ്സിലെ 97-98 ബാച്ചിലെ എൻ്റെ ക്ലാസ് അധ്യാപകനാണ് ഔസേഫ് മാഷ. അതിനുശേഷം ഞാൻ ഇന്ന് ഈ സദസ്സിൽ വെച്ചിട്ടാണ് കാണുന്നത്. അതിനുള്ള ഒരുപാട് അധ്യാപകൻ ജോർജ് ജോസഫ് മാഷിനെ നമ്മൾ 7ാം ക്ലാസ് ആ ഒരു സമയത്താണ് നമ്മുടെ സ്കൂളിൻ്റെ പ്രധാന അധ്യാപകൻ. ഇപ്പം നമ്മളെ ചില പ്രായമുള്ളവരൊക്കെ ഇട വന്നിട്ടുണ്ട്. കാരണം പഴയ അധ്യാപകരൊക്കെയാണ്. ഇപ്പം നമ്മളെ ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറിയൊക്കെ ആയ പഞ്ചായത്തിലെ ജില്ലാ ഡെപ്യൂട്ടി ഡയറക്ടർ എൻഫോഴ്സ്മെൻറ്റിലെ ബാലൻ സെക്രട്ടറി ഇപ്പോൾ ഇവിടെ വന്നു, ജോർജ് ജോസഫ് മാഷൊക്കെയാണ്. അപ്പം അങ്ങനെ കുറേ ആൾക്കാർ ഇപ്പോൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരു അനുഭവം നമ്മുടെ അധ്യാപകരെ കാണാം. അപ്പോൾ ഒരു എന്താ പറയുക, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ചില വെളിച്ചങ്ങൾ നൽകി, അല്ലെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ വെളിച്ചം നൽകിയ നമ്മുടെ അധ്യാപകരെ വർഷങ്ങൾക്ക് ശേഷം കാണുക എന്നുള്ളത് ഒരു വലിയൊരു അവസരമാണ്. ഏതായാലും എല്ലാ അധ്യാപകരോടും പ്രത്യേകം നന്ദിയും കടപ്പാടും അറിയിക്കാൻ നമ്മുടെ എഴുത്തും വായനയും പഠിപ്പിച്ച നമ്മുടെ അധ്യാപകർക്ക് എപ്പോഴും നമ്മുടെയൊക്കെ പ്രാർത്ഥന ഉണ്ടാവുമെന്ന്, പ്രാർത്ഥന എന്തായാലും നിങ്ങളോടൊപ്പം നമ്മുടെ പ്രാർത്ഥനയും സ്നേഹവും ഉണ്ടാവുമെന്ന് അറിയിച്ചുകൊണ്ടും ഈ പരിപാടി സംഘടിപ്പിച്ച, ഈ വ്യത്യസ്തമായ പരിപാടി സംഘടിപ്പിച്ച 96 ചങ്ങാതിക്കൂട്ടത്തിൻ്റെ അംഗങ്ങൾക്ക് പ്രത്യേകമായ അഭിനന്ദനം അറിയിക്കുകയാണ്. തീർച്ചയായും നിങ്ങൾ എന്നും സമൂഹത്തിന് മാതൃകയായി ഇരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകൾ അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മളെ ഈ പരിപാടി ഇത്രയും ടീച്ചേഴ്സ് എല്ലാ വിഷമങ്ങളും കഷ്ടതകളും മറന്ന് നമ്മളെ ഈ പരിപാടിയിലേക്ക് എത്തിച്ചേർന്നതിൽ എന്താ പറയണ്ടേ, ആദ്യമായിട്ട് നന്ദി പറയുന്നു. അതുകൂടാതെ നമ്മളെ കുറച്ച് ടീച്ചേഴ്സ്, അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ, ഇവരെല്ലാം ഒരു അനുസ്മരണം നടത്തുന്നുണ്ട്. അപ്പം ആ അനുസ്മരണം കൂടി നടത്തിക്കൊണ്ടാണ് ഞാനിത് മുന്നോട്ട് തുടരുന്നത്. നമ്മളെ ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട തുറമുഖ മ്യൂസിയം വകുപ്പ് മന്ത്രി ശ്രീ കടന്നപ്പള്ളി രാമേന്ദ്രൻ കടന്നപ്പള്ളിക്കും അധ്യക്ഷസ്ഥാനം വഹിച്ച കമ്പിലൂർ സ്കൂളിലെ മുൻ പ്രധാന അധ്യാപകൻ ജോർജ് ജോസഫ് മാഷിനും വിശിഷ്ടാതിഥിയായിട്ട് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡൻറ്റിനും ഒപ്പം ആശംസ അറിയിച്ച മെമ്പർ ശ്രീ നിസാറിനും, പിന്നെ നമ്മളെ ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ പ്രിയ കൂട്ടുകാർക്കും അതിൻ്റെ കൂടെ നാട്ടുകാർക്കും എല്ലാവർക്കും നന്ദി പ്രകാശിക്കുന്നു. അതുകൂടെ നമുക്കൊരു നല്ലൊരു NRI ടീമുണ്ട്.
അപ്പോൾ അവർക്ക് പ്രത്യേക ഒരു നന്ദി ഈ വേദിയിൽ പ്രകാശിക്കുന്നു.